ഈ ഒരു ക്വസ്റ്റ്യനുള്ള ആൻസർ ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത്. ഇന്നലെ ഞാനൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, ക്യൂആന വീഡിയോ. അപ്പൊ ഇതൊരു ക്യൂആന വീഡിയോ ആയിട്ട് ചെയ്യാനായിട്ട് എനിക്ക് തോന്നിയില്ല, ഇതിങ്ങനെ സെപ്പറേറ്റ് ഒരു വീഡിയോ ആയിട്ട് ചെയ്യാനാണ് തോന്നിയത് കേട്ടോ. അപ്പൊ അത് ക്വസ്റ്റ്യൻ ഇങ്ങനെ, ലൈഫ് തീരുമാനങ്ങൾ ഒറ്റയ്ക്കാണ് എടുക്കുന്നത്, പിന്നെ ചേച്ചി ഒറ്റയ്ക്ക് പുറത്തു പോകുന്നു, ഫുഡ് കഴിക്കുന്നതും, അങ്ങനെ സ്വയം എങ്ങനെ നമ്മളെ ഹാപ്പി ആക്കി വെക്കാം എന്നുള്ളതാണ് കേട്ടോ. നമ്മളെ ഹാപ്പി ആക്കി വെക്കാൻ നമുക്ക് മാത്രമേ കഴിയുള്ളൂ എന്നുള്ളതാണ് സത്യാവസ്ഥ. അത് പലരും തിരിച്ചറിയാറില്ല. ഞാൻ ഏകദേശം +2 കഴിഞ്ഞപ്പോൾ മുതൽ സ്വയം കാര്യങ്ങൾ ചെയ്യാനും ഓരോന്ന് കേട്ടും കണ്ടും ഒക്കെ പഠിച്ചു മുന്നോട്ട് പോകുന്ന ഒരാളാണ് ഞാൻ. എപ്പോഴും എന്നിൽ തന്നെ വിശ്വസിച്ച് സ്വയം കാര്യങ്ങൾ ചെയ്ത് പഠിച്ചതുകൊണ്ട് തന്നെ ജീവിതത്തിലെ ഏത് പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും ഒക്കെ എനിക്ക് തരണം ചെയ്ത് മുന്നോട്ട് പോകാനുള്ള ഒരു പ്രചോദനം എനിക്ക് ഞാൻ തന്നെയാണ് നൽകിയത്. എനിക്ക് ഞാനായിട്ട് തന്നെ ഇരുന്നു കൊണ്ട് കാര്യങ്ങൾ ചെയ്യാനാണ് ഇഷ്ടം. പലർക്കും അത് കഴിയാറില്ല. പ്രത്യേകിച്ച് പെൺകുട്ടികളോട് ഞാൻ പറയുന്ന ഒരു കാര്യമാണ്, നമ്മുടെ സന്തോഷം എന്നും ഭദ്രമായി നമ്മുടെ കൈകളിൽ തന്നെയാണ്. നമുക്ക് സന്തോഷം കൊണ്ടുവന്നു തരാൻ മറ്റാർക്കും കഴിയില്ല എന്ന് പൂർണ്ണമായിട്ട് പറയാൻ കഴിയില്ല. അതിനെല്ലാം പരിധികളുണ്ട്. പക്ഷെ നമ്മുടെ സന്തോഷം നമുക്ക് കണ്ടെത്താൻ നമുക്ക് പരിധികളില്ല. എന്റെ ഇഷ്ടങ്ങൾ ഏതാണ്, എന്റെ താല്പര്യങ്ങൾ ഏതാണ്, എന്റെ സ്വപ്നങ്ങൾ ഏതാണ്, എന്റെ ആഗ്രഹങ്ങൾ ഏതാണ് എന്നെല്ലാം സ്വയം തിരിച്ചറിഞ്ഞ് നമ്മുടെ ആഗ്രഹങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം ചിറകുവെച്ച് നമ്മൾ ഉയരുമ്പോൾ മാത്രമാണ് നമ്മളിൽ നമുക്ക് ആത്മവിശ്വാസം ഉണ്ടാകുന്നതും നമ്മുടെ ഇഷ്ടങ്ങളെ നമ്മൾ ഇഷ്ടപ്പെട്ടു തുടങ്ങുന്നതും. അതാണ് നമ്മൾ എപ്പോഴും ചെയ്യേണ്ടത്. ഞാൻ നേരത്തെ മുതൽ ഏകദേശം +1 മുതൽ ഞാൻ 10th വരെ ഇവിടെ അടുത്താണ് പഠിച്ചത്. +1 കുറച്ച് അകലെയാണ്, പറവൂരാണ് കേട്ടോ പഠിച്ചത്. അപ്പോൾ മുതൽ ഞാൻ ഹോട്ടൽസിൽ കയറി ഫുഡ് കഴിക്കാനും ബേക്കറികളിൽ കയറി ഫുഡ് കഴിക്കാനും അങ്ങനെ കുഞ്ഞു ഒറ്റയ്ക്ക് ഓരോ കാര്യങ്ങൾ നമ്മൾ ചെയ്യാനായിട്ട് തുടങ്ങി. അങ്ങനെ ഇപ്പൊ പലർക്കും ഒരു സിനിമയ്ക്ക് പോകാനൊക്കെ ഭയമായിരിക്കും കേട്ടോ. പെൺകുട്ടികൾക്ക് ഒറ്റയ്ക്ക് നമ്മൾ പോയി എന്ന് കരുതി നമുക്കൊന്നും സംഭവിക്കാനില്ല. നമ്മൾ ഒറ്റയ്ക്ക് തന്നെ പോകണം. ജീവിതമാകുന്ന യാത്രയിൽ നമ്മൾ എന്നും ഒറ്റയ്ക്കാണ്. എന്നും നമ്മളെ കൈപിടിച്ച് ഉയർത്തിക്കൊണ്ടുപോകാനും നമ്മൾ കൈപിടിച്ച് മുന്നോട്ട് ലൈഫ് ലോങ് കൊണ്ടുപോകാനും ആരും ഉണ്ടാകണമെന്നില്ല. പലരും വിശ്വസിക്കുന്നുണ്ട് അച്ഛനുണ്ട്, അമ്മയുണ്ട്, ഭർത്താവുണ്ട്, സഹോദരങ്ങളുണ്ട് എന്നൊക്കെ നമ്മൾ പറഞ്ഞാലും പല സന്ദർഭങ്ങളിലും നമ്മൾ ഒറ്റയ്ക്കായിട്ട് പോകുന്ന നിമിഷങ്ങളുണ്ട്. ആ സന്ദർഭങ്ങളിൽ നമ്മളെ താങ്ങാനും നമ്മുടെ താങ്ങായിട്ടും തണലായിട്ടും നിൽക്കാൻ നമുക്ക് മാത്രമേ കഴിയുള്ളൂ. അത് നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾക്ക് എന്താണ് ഇഷ്ടം? സിനിമ കാണാൻ പോകണം, യാത്ര പോകണം, നമുക്ക് ഫുഡ് കഴിക്കണം. ഈ കടക്ക് പോകുന്ന നിമിഷങ്ങളിൽ നാളെ എന്താണ് സംഭവിക്കുന്നത്, നാളെ നമ്മൾ ഉണ്ടാകുമോ എന്നുള്ള സത്യം നമുക്കറിയില്ല. അതുകൊണ്ട് ഇന്ന് കടന്നു പോകുന്ന നിമിഷങ്ങൾ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ മറ്റാർക്കും ബുദ്ധിമുട്ടില്ലാതെ ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുകയാണ് നമ്മൾ എപ്പോഴും ചെയ്യേണ്ടത്. നിങ്ങളുടെ ഓരോ കാര്യങ്ങളും നിങ്ങൾ സന്തോഷത്തോടെ ഒറ്റയ്ക്ക് ചെയ്യാനായിട്ടാണ് എന്നും പഠിച്ച് നമ്മൾ വളരേണ്ടത്. അപ്പൊ അത്രേ ഉള്ളൂ. ബൈ, ലവ് യു, മാ.